എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാങ്ങാക്കറിയാണ്. ഇന്ന് എൻ്റെ ബ്രദർ വരുമെന്ന് പറഞ്ഞു. അപ്പം എന്താ ഉണ്ടാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അപ്പം എൻ്റെ കുട്ടികൾ പറയും, പിന്നെ അമ്മയ്ക്ക് കുക്കിംഗ് വീഡിയോ ഇടാൻ മേലേന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഞാനോർത്തു ഇനിയിപ്പോൾ ഇത് വീഡിയോ ആക്കിയേക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ ഉപ്പുമാങ്ങാക്കറിക്കായിട്ട് ആദ്യം 2-3 ഉപ്പുമാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് തീരെ ചെറിയ ഉപ്പുമാങ്ങ ആയതുകൊണ്ട് ആണ് ഞാൻ 3 എടുത്തത്. വലിയ ഉപ്പുമാങ്ങ പുളിയുള്ള മാങ്ങയാണെങ്കിൽ 1 മതി കേട്ടോ. ഇത് ചക്കക്കുരുവാണ്. ഇതിൻ്റെ പുറകുവശം കളയത്തില്ല, കാരണം ഇതിൻ്റെ പുറകിലത്തെ തൊലി കളയാതിരുന്നാൽ നമ്മുടെ വയറ്റിൽ ഗ്യാസ് ഉണ്ടാകത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം കളയത്തില്ല, നേരത്തെ കളയുമായിരുന്നു. ഇത് നമ്മുടെ സ്വന്തം പച്ചമുളകാണ്. ഇവിടെ എല്ലാ പച്ചക്കറികളും ഞാൻ തനി ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നും പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പിന്നെ മഴക്കാലമായത് കാരണം പച്ചക്കറികളൊക്കെ കുറവായതുകൊണ്ട്, പിന്നെ ഇപ്പം എനിക്ക് വെള്ളരിക്കയില്ല, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് വെള്ളരിക്ക ഇടുന്നില്ല. ഒരു വെള്ളരിക്കയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ച് വെള്ളരിക്കയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇതിന്. ഇതിപ്പോൾ അതുകൊണ്ട് ഉപ്പുമാങ്ങ, ചക്കക്കുരു, പച്ചമുളക്, വെള്ളരിക്ക ഉള്ളവർ വെള്ളരിക്കയും കൂടി ഇടാമേ. അതിനായിട്ട് ഞാൻ ഇത്ര ഒരു മുറിയിലും താഴെ തേങ്ങ തിരുമ്മിയത്, ഒരു ചെറിയ ഉള്ളി കഷ്ണം, അത് വേണമെങ്കിൽ മതി കേട്ടോ, ഒരു നുള്ളും ജീരകം, ഇത്രയും എടുക്കുന്നുണ്ട് അരയ്ക്കാനായിട്ട്. പിന്നെ നമ്മുടെ മഴക്കാലത്ത് വളരെ എളുപ്പത്തിലും എന്നാൽ വളരെ രുചികരവുമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് ഉപ്പുമാങ്ങാക്കറി കേട്ടോ. ഉപ്പുമാങ്ങാക്കറിയുടെ കൂടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഉണക്കമീൻ വറുത്തത് അല്ലെങ്കിൽ ഉണക്കമീൻ ചതച്ചതൊക്കെയാണ്. ഉണക്കമീൻ ഈ ഉള്ളിയും വറ്റൽമുളകും ഒക്കെ ചേർത്ത് ചതയ്ക്കത്തില്ലേ, അങ്ങനെ ചതച്ചതും അല്ലെങ്കിൽ ഉണക്കമീൻ വറുത്തതും നല്ലതാണ്. ഇപ്പം എനിക്കിവിടെ ഉണക്കമീൻ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പം മത്തി വറക്കുവാണ്. അപ്പോൾ മത്തി വറക്കാനായിട്ട് ഞാൻ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഉപ്പുമൊക്കെ തിരുമ്മി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് 2ആയിട്ട് ഇങ്ങനെ കീറി എടുക്കുകയാണ് ചക്കക്കുരുവേ. അപ്പം ഞാൻ കുക്കിംഗ് വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെതായ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണേ. ഞാനിവിടെ ഇപ്പം ഈ ചക്കക്കുരു എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. അധികം വെള്ളം ചേർക്കണ്ട, കുറച്ച് വെള്ളം ചേർത്ത് നല്ലവണ്ണം അരയ്ക്കണേ. അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ കുക്കർ എടുത്തിട്ട് ഉപ്പുമാങ്ങ അരിഞ്ഞെടുക്കട്ടെ. ഈ കുക്കറിലോട്ട് ഞാൻ ഈ ഉപ്പുമാങ്ങ ഇങ്ങനെ ഉടച്ചിടുവാണ്. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരു വലിയ മാങ്ങ മതി കേട്ടോ. ചെറിയ മാങ്ങയാണെങ്കിൽ 2-3 പുളിയുള്ളതാണെങ്കിൽ. പുളി കുറവുള്ളതാണെങ്കിൽ ഒരു 4-5 വേണ്ടി വരും കേട്ടോ. ഇത് നല്ല പുളിയുള്ളത് കാരണം 3 മതി. അപ്പോൾ പുളി കൂടിയാലും കറി അത്ര ഇതാവത്തില്ല, അതുകൊണ്ട് പുളിയുടെ നോക്കിയിട്ട് വേണം എടുക്കാൻ കേട്ടോ. ഇപ്പോൾ മാങ്ങ ഇതിൻ്റെ അകത്തോട്ട് അരിഞ്ഞിട്ടു. ഇനി ചക്കക്കുരുവും ഇതിൻ്റെ അകത്തോട്ടിട്ടു. പച്ചമുളക് 2ആയിട്ട് കീറിയിടുക. ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിക്കണേ. ഒരുപാട് വേണ്ട കേട്ടോ. നമുക്ക് എന്തോരം കറി വേണോ ആ ഒരളവിൽ മതി കേട്ടോ. അപ്പം അംഗങ്ങളൊക്കെ കുറവാണെങ്കിൽ ഒരുപാട് വെള്ളം നീട്ടി വെക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ ഒരു 1/2 കപ്പിനും താഴെ, പകുതിക്കും താഴെയായിട്ട് എടുത്തിട്ടുള്ളേ. ഈ മഞ്ഞൾപ്പൊടി നമ്മളിവിടെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് കെമിക്കലൊന്നും ചേർന്നല്ല. അതുകൊണ്ട് ഞാൻ രാവിലെ വെറും വയറ്റിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി കുടിക്കാറുണ്ട്. അങ്ങനെ ചെയ്താൽ നല്ലതാണ്, നമ്മുടെ വയറ്റിലുള്ള അണുക്കളൊക്കെ നശിച്ച് പോയിക്കോളും. മാത്രമല്ല നല്ല രോഗപ്രതിരോധ ശേഷിയും കിട്ടും. ഇനി ഞാനിത് അടുപ്പത്ത് വയ്ക്കട്ടെ. ഒരു നിറത്തിന് ഒരു തുള്ളി മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിതിപ്പം കുക്കറ് വെച്ചിരിക്കുകയാണ്. അപ്പം ചെറിയ ഫ്ലെയിമിൽ
2 വിസിൽ മതി കേട്ടോ. അത് പിന്നെ അതിൻ്റെ പ്രഷർ മൊത്തം പോയിട്ട് വേണം തുറക്കാനേ. കാരണം ചക്കക്കുരു ഉള്ള കാരണം ചക്കക്കുരു നന്നായിട്ട് വേവണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ഞാൻ മീൻ പിന്നെ മുളക് തിരുമ്മി വെച്ചതാണ്. അതിന് ശേഷം അത് വറുത്തെടുക്കണം. പിന്നെ ഇത് പഴയ വീടാണ്, 100 വർഷം പഴക്കമുള്ള പഴയ തറവാടാണ്. അതിങ്ങനെ ഓരോ വർഷവും മെയിൻ്റെനൻസ് ചെയ്ത് ഇങ്ങനെ പോവുക. അപ്പോൾ അതിൻ്റേതായ കുറവുകളൊക്കെ അടുക്കളയ്ക്ക് ഉണ്ട് കേട്ടോ. കുക്കറിൻ്റെ ആവി പോകുമ്പോഴേക്കും നമുക്ക് മീൻ വറക്കാനായിട്ട് ഞാൻ ആദ്യം കറിവേപ്പില, ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പിലയൊന്നുമല്ല കേട്ടോ, നമ്മുടെ സ്വന്തം കറിവേപ്പിലയാണ്. അത് ഞാൻ ആദ്യം കറിവേപ്പില ഇങ്ങനെ നിരത്തിയിട്ട് കൊടുത്ത് നമ്മൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വറക്കുന്നത്. ഞാനിങ്ങനെ വറക്കുന്നത്. തീ കുറച്ച് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് നോക്കാം. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് ഇറച്ചി കൊടുക്കണം. കറിവേപ്പില ഇടുന്നത് 2 ഗുണമുണ്ട്. ഒന്ന്, എണ്ണ കുറച്ച് മതി. പിന്നെ ഇതിൻ്റെ കറിവേപ്പിലയുടെ ഗുണവും കൂടെ നമുക്ക് മീൻചാപ്പ് കിട്ടും. ഇപ്പം ആലപ്പുഴ ആയാലും നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും കേട്ടോ. നല്ല മത്തിയാണിത്. നെയ്യുണ്ട്, എന്നാൽ മുട്ടയും ഉണ്ട് അതിൻ്റെ. നല്ല ടേസ്റ്റുള്ള സമയമാണ് ഇപ്പം മത്തിക്ക്. ഇത് തീരെ നന്നായിട്ട് മുരിഞ്ഞ് കൊടുക്കണം. ഒരുപാട് കരിയുണ്ട് കേട്ടോ. ഒരുപാട് കരിഞ്ഞ് കഴിഞ്ഞാൽ മീൻ്റെ ടേസ്റ്റും പോകും, ഗുണവും പോകും. കാരണം ഒരു മീഡിയം ടേസ്റ്റിൽ മതിയേ. ഇത് നമുക്കിനി മാറ്റി വിടാം മറിച്ചിടാനായിട്ട്. ആ സമയത്ത് നമുക്ക് കുക്കർ തുറക്കാവേ. ഇത് ചക്കക്കുരുവും നല്ലവണ്ണം വെന്തിട്ടുണ്ട് കേട്ടോ. ഒടിയത്ത് കിടപ്പുണ്ടെങ്കിൽ ഇതുകൊണ്ട് നല്ലോണം ഒടിച്ചു കൊടുക്കാൻ മതി. ഇച്ചിരി നേരത്തെ കിടന്ന് ചക്കക്കുരു ആയത് കാരണം ചിലതൊക്കെ ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കും. അത് ഈ കട്ടിയുള്ള തവി കൊണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി. കണ്ടോ? ഇനി നമുക്ക് തേങ്ങ ചേർക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഈ തേങ്ങ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. കുറച്ച് വെള്ളം കൂടി ചേർത്ത് എന്നിട്ട് ഒഴിച്ച് കൊടുക്കും. ഇനി ഉപ്പുമാങ്ങയ്ക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നില്ലേ. പിന്നെ ഒരു ലേശം ഒരു നുള്ള ശർക്കരയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം മധുരം ബാലൻസ് ചെയ്യാനായിട്ടാണ്. ഏത് കറിക്ക് നമ്മൾ സ്വല്പം ഇതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് ഇച്ചിരി കൂടി ടേസ്റ്റ് കൂടും. ഇത് നുള്ളിട്ട് കൊടുത്താൽ മതി. ഇത് തിളയ്ക്കാൻ പാടില്ല, ഓഫാക്കിയേക്കണേ. കറി ഒരിക്കലും തിളയ്ക്കാൻ പാടില്ല. അത് ഏത് കറിയാണെങ്കിലും നല്ലവണ്ണം നമ്മൾ തേങ്ങ ചേർത്തതിന് ശേഷം പിന്നെ തിള പാടില്ല കേട്ടോ. ഇനി നമുക്ക് കടുക് താളിച്ചെടുക്കാവേ. എന്നിട്ട് ഞാൻ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. ഇതിൻ്റെ അകത്ത് കടുക്, ഉലുവ, വത്തൽമുളക്, കറിവേപ്പില, ഇത്രയുണ്ട്.
ആദ്യം വത്തൽമുളക് ഇട്ട് കൊടുക്കണേ. പിന്നെ ഉലുവ, പിന്നെ അതിൻ്റെ കടുക്, കറിവേപ്പില. നമുക്ക് ആ സമയം കൊണ്ട് മത്തി തിരിച്ചിടാവേ. അതിൻ്റെ ഒരു ഭംഗി തന്നെ ഉണ്ടോ, ആണും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ വെക്കുകയാണെങ്കിൽ. പിന്നെ മീൻ ഉളുമ്പ് ചിലർ വെക്കുമ്പോൾ ഭയങ്കര ഉളുമ്പാണ്. അത് ഉളുമ്പ് വരാതിരിക്കാണെന്നറിയോ, ഉപ്പ് കണ്ടിട്ട് നല്ലവണ്ണം മീൻ വെട്ടം തേക്കണം. തേച്ച് ഒരു 5-6 പ്രാവശ്യം നല്ലവണ്ണം ഉപ്പ് കല്ലിട്ട് തേച്ച് കഴുകിയെടുത്താലേ എൻ്റെ ഉളുമ്പ് പോകത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വെച്ചെന്ന് പറഞ്ഞാലും ഇതിന് മീനൊരു ഉളുമ്പ് കാണും. ഈ പരിപ്പോയി ഒരുപാട് മുരിഞ്ഞ് പോകരുത് കേട്ടോ. ഉപ്പുമാങ്ങക്കറിയും മീൻ വറുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ലതാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.